ഹായ് ചക്കരകളി. പണ്ടത്തെ കാലത്തെ എല്ലാവരും ഒരുപാട് ആസ്വദിച്ച് കഴിച്ച ഒരു പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ കൊഴക്കട്ട കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ മാവ് നമ്മൾ അരച്ചെടുത്തതാണ്. നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് നല്ലപോലെ അരച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു താളിപ്പൊക്കെ കൊടുത്ത് നമ്മുടെ മാവ് കുഴച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കട്ടിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഉരുളിയൊക്കെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് നമ്മൾ ആവി കയറ്റി എടുക്കുന്നുണ്ട്. വാഴയിൽ വെച്ചിട്ട് നമ്മുടെ കുഴക്കട്ട ആവി കയറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഉരുണ്ട പിടിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളും അവരുടേതായ രീതിക്ക് കുറച്ച് ഉരുണ്ടകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല ഡിസൈനിലായിട്ട് അങ്ങനെ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെള്ളച്ചായയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും മുളകും കൂടെ അരച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതിലേറെ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു വാഴയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി പഴുത്ത വാഴയിലയിൽ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ അതിലേക്ക് നമ്മുടെ കുഴക്കട്ടയൊക്കെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരച്ചിട്ടുള്ള ചമ്മന്തിയും അതുപോലെ കട്ടൻ ചായയും കൂടെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ വെല്ലോട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടുള്ള നമ്മുടെ പഴയ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈവനിങ് സ്നാക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.